എവറി സോ ഓഫൺ ട്രൈ ടു സ്റ്റോപ്പ് തിങ്കിങ്. അതായത് ഇടയ്ക്കെങ്കിലും നമ്മൾ ഒന്നും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ച് ഇനിയുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും പറയാം. പക്ഷേ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതായത് അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം ഒരു ദിവസം കുറേ ശാരീരികമായിട്ടുള്ള അധ്വാനം വേണ്ടി വരുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരു കുറേ മണിക്കൂർ നമ്മൾ ചെയ്തതിന് ശേഷം അത് തീർത്തു. ഉടനെ തന്നെ അടുത്ത ഒരു പണി നമുക്ക് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ രണ്ടാമത്തെ കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് ഒരല്പം വിശ്രമം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഇത് ശാരീരികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇതേപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള അധ്വാനവും. നമ്മൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതിന് ശേഷം പെട്ടെന്ന് എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു ഐഡിയ നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അത്. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്. നമ്മുടെ മനസ്സ് ഒരുപക്ഷെ അതിനകം ചെറിയൊരു തളർച്ച അനുഭവിക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐഡിയാസ്, ആശയങ്ങൾ. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് ആർക്കാണോ കൊണ്ടുവരാൻ സാധിക്കുന്നത് അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമുക്ക് തന്നെ അത് ബോധ്യമാവും. അപ്പൊ ഈ ഐഡിയാസ് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ മനസ്സിൽ തന്നെ ശരിക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല? കാരണം നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ ഉണ്ട്. ആ ചിന്തകളൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിലും ചിന്തിച്ച് നമ്മുടെ മനസ്സ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ പുതിയ ഐഡിയാസ് ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ വരില്ല, അല്ലേ? അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് കൂടെ തന്നെയാണ് ഇത് പറയുന്നത്. ഇടയ്ക്കെങ്കിലും ഒന്നും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നമ്മൾ വിശ്രമം കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഐഡിയ, നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് മനസ്സ് നമ്മളെ സഹായിക്കും. അപ്പൊ അതിന് മനസ്സിന് ചെറിയൊരു വിശ്രമം കൊടുക്കണം. ആ വിശ്രമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെയോ വിഷമിക്കാതെയോ ഇരിക്കുന്ന ഒരവസ്ഥ. എന്താണോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേറൊന്നും ചിന്തിച്ച് കൂട്ടാതിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രമിക്കുക.